ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു K2CSE. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് SQL എങ്ങനെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ ബ്രൗസറിൽ ചെല്ലുക, SQL ഫ്രീ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. ഇതിന് ശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേനും ഈ MySQL ഡൗൺലോഡ് MySQL ഇൻസ്റ്റാളർ എന്ന് പറയുന്നൊരു സൈറ്റ് കാണും. സോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഇങ്ങനൊരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൽ വിൻഡോസ് നിങ്ങളുടെ ഏതാണ് OS അത് സെലക്ട് ചെയ്തിട്ട് ഇതിലാദ്യം കാണുന്ന 32 ബിറ്റിൻ്റെ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴത്തേനും നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് തുറന്നു വരും. അതിൽ നോ താങ്ക്സ്, ജസ്റ്റ് സ്റ്റാർട്ട് മൈ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡായിട്ട് വരും. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ആ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേനും നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് വരും. ഇതിൽ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം മതി. ഓക്കെ, ഇവിടെ നമുക്ക് 3 ആപ്ലിക്കേഷനേ വേണ്ടുള്ളൂ പഠിക്കാനായിട്ട്. അതാണ് കസ്റ്റം സെലക്ട് ചെയ്തത്. അതിലിങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതിൽ MySQL സെർവർ ഈ ഓപ്ഷനിൽ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ദെൻ MySQL സെർവറിൻ്റെ അകത്ത് MySQL സെർവർ 8 അതെടുക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും ടോപ്പ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഈ റൈറ്റ് ബട്ടൺ കൊടുക്കുക. ഓക്കെ, ദെൻ അഗെയിൻ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആഡ് ചെയ്ത്, ഇതുപോലെ 3 ആപ്ലിക്കേഷൻ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഐക്കൺ ഇത് പ്രസ് ചെയ്യുക. അതിൽ MySQL വർക്ക് ബെഞ്ച് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൽ MySQL വർക്ക് ബെഞ്ച് 8, ദെൻ ഈ ഫസ്റ്റ് വൺ, ദെൻ ഈ റൈറ്റ് സൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുക. അതേപടി നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിലോട്ട് വരിക. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് MySQL ഷെല്ലുണ്ട്. അതിൽ MySQL ഷെൽ 8.0 അതിൽ ഈ ഫസ്റ്റ് വൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ഈ റൈറ്റ് ആരോ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ 3 ഇതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് അടിക്കുക, ദെൻ എക്സിക്യൂട്ട് അടിക്കുക. ഓക്കെ, അപ്പോഴത്തേനും ഇവിടെ പ്രോഗ്രസ് കാണും. നിങ്ങളത് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഡൗൺലോഡായി വരുവാണ്. അപ്പോൾ ആ തേർഡ് വണ്ണും ഡൗൺലോഡായി വന്നിട്ടുണ്ട്. അത് ഒരു എററിൽ കിടക്കുമായിരുന്നു. സെയിം പ്രൊസീജിയർ ബാക്ക് അടിച്ച് റിപ്പീറ്റ് ചെയ്ത്, മീൻസ് എന്തുവാ, നമ്മൾ പോയ പോലെ നമ്മുടെ MySQL സെർവർ സെലക്ട് ചെയ്തു. MySQL സെർവർ 8 ആ ഒരു രീതിയിൽ ഒന്നുകൂടെ സെലക്ട് ചെയ്താൽ അത് ഡൗൺലോഡ് ആവും. ദെൻ നിങ്ങൾ നെക്സ്റ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. 3 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ദെൻ എക്സിക്യൂട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ണ് പ്രോഗ്രസ്സിലായിരുന്നു, അത് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ആയി. അതേപടി സെക്കൻഡ് വണ്ണും ഇൻസ്റ്റാളിങ് പ്രോഗ്രസ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ 3 ആപ്ലിക്കേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ദെൻ ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ. നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ഏതെങ്കിലും റൂട്ട് പാസ്വേഡ് സെറ്റ് ചെയ്യണം, അതായത് നമ്മുടെ അഡ്മിൻ പാസ്വേഡ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ നെക്സ്റ്റ് അടിക്കുക. ദെൻ ഇതൊക്കെ ഇതേപോലെ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് അടിക്കുക. ദെൻ എക്സിക്യൂട്ട്. ഓക്കെ, അപ്പോൾ അത് എക്സിക്യൂട്ട് ആവുന്ന ടൈം എടുക്കും. ഓക്കെ, എക്സിക്യൂട്ട് ആയതിനു ശേഷം നമുക്കിവിടെ ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ദെൻ അഗെയിൻ ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷെല്ല്, MySQLൻ്റെ ഷെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപടി നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ വർക്ക് ബെഞ്ചും ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് ബെഞ്ചിൻ്റെ അകത്താണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യാൻ പോകുന്നത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം.